പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി തുടരുന്ന തനിക്കെതിരെ വ്യാജ പോസ്കോ കേസ് ചുമത്തിയവർക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയെന്ന് മുൻ UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. മാർഗതടസ്സം സൃഷ്ടിച്ച വെള്ളക്കെട്ട് പൊട്ടിച്ചു വിടുക മാത്രമാണ് താൻ ചെയ്തത്. ആരെയും ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കള്ളക്കേസ് ചുമത്തിയാൽ മുൻകൂർ ജാമ്യത്തിന് പോകില്ല. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കുമെന്നും മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ വഴിയും SP-ക്ക് നേരിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജ കേസ്, അതായത് അത് ആണ് ഇപ്പം നിലവിൽ എനിക്കതിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഏതായാലും ഇത് ഇനി എന്ത് കേസെടുത്താലും ജാമ്യം എടുക്കാൻ ഞാൻ പോകുന്നില്ല. 2-3 വക്കീൽമാർ വിളിച്ചു, നമുക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. ഞാൻ പറഞ്ഞു, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ തുണിപ്പൊക്കി കാണിച്ചിട്ടില്ല, തെറി വിളിച്ചില്ല എന്ന് ബോധ്യമുള്ള ഞാൻ എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോയാൽ സ്വാഭാവികമായും ഞാനത് ചെയ്തു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം ഒരു കേസും ഒരു ജാമ്യം എടുക്കാൻ പോകുന്നില്ല. പോലീസ് വിളിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ ചെല്ലും. അറസ്റ്റ് ചെയ്താൽ ഞാൻ അറസ്റ്റിന് തീർച്ചയായിട്ടും അറസ്റ്റ് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. തനിക്കെതിരെ വ്യാജ കേസ് കൊടുത്തത് ഒരു അഭിഭാഷകനും ഓൺലൈൻ ചാനൽ നടത്തിപ്പുകാരനുമാണ്. ഇരുവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോട്ടയം SP-ക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ എന്തു രാഷ്ട്രീയ കളിയാണ് നടന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഓൺലൈൻ കേരള സ്പീക്സ് ഓൺലൈൻ അത് നിരന്തരം എനിക്കെതിരെ ഇങ്ങനെ ഈ സ്നേഹപ്പാര വെക്കുന്നതാണ്. അപ്പൊ ഒരു സ്നേഹപ്പാര വേറെ കേരള സ്പീക്സ് അല്ലാതെ വേറൊരു മാധ്യമങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി പെയ്യാറുണ്ട് കൊണ്ടുപോയി പേരുണ്ട്. അപ്പൊ പെയ്യാറിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പണി നടത്തില്ല. ഞാൻ ഏതായാലും കോടതിയിൽ പോയി ജാമ്യം എടുക്കാനും പോകുന്നില്ല, നാട് വിടാനും പോകുന്നില്ല എന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ. പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ കൊച്ചുമക്കളെയാണ് താൻ ആക്ഷേപിച്ചതായി ചാനൽ വാർത്ത വന്നത്. എന്നാൽ അന്തരിച്ച കോൺഗ്രസ് നേതാവിന്റെ ബന്ധുക്കൾ തന്നെ വിളിച്ച് തങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധമില്ലെന്ന് അറിയിച്ചതായും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച സജി മഞ്ഞക്കടമ്പിൽ കരൂർ പഞ്ചായത്തിലെ പ്രദേശത്ത് വെള്ളക്കെട്ട് കുത്തിപ്പൊട്ടിച്ചു വിടുകയും ഇത് ചോദ്യം ചെയ്ത അമ്മയെയും പ്രായപൂർത്തിയാകാത്ത മകളെയും തെറി വിളിച്ചെന്നും സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്നുമാണ് ഓൺലൈൻ ചാനലിൽ വാർത്ത പ്രചരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.